Hi friends, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മുട്ടയും സവാളയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ മുട്ടത്തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് 2 മുട്ട ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. 2 മുട്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബാക്കി ഞാൻ കാണിക്കാൻ പോകുന്നത്. 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം മുട്ട ഇതുപോലെ നല്ലപോലെ പതപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട 2 നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കണം. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മുട്ട ആഡ് ചെയ്യാം. ഇനി വീണ്ടും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദേ നമ്മളുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മളുടെ സ്പെഷ്യൽ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിലും നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി കാണും വരെ ബൈ ബൈ.